മോദി കെയറോട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ പ്രോഡക്ട്സ് ആണ് നമ്മളെ ഇതിനകത്ത് സ്റ്റാൻഡ് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫാമിലിക്കും ആദ്യം മോഡി കെയറിനകത്തൊരു നിലനിൽപ്പ് എന്ന് പറഞ്ഞതിന്റെ പ്രോഡക്റ്റ് ആണ്. ആ എക്സ്പീരിയൻസ് ആണ് പിന്നെ നമ്മൾ സമൂഹമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ പ്രോഡക്ട്സിൽ നമുക്ക് 10 850 അല്ലെങ്കിൽ ധാരാളം ഉൽപ്പന്നം ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവിഷനാണ് വെൽനസ്. വെൽനസിന്റെ സപ്ലിമെന്റുകൾ ഇതിനകത്ത് കാര്യമായിട്ട് മനസ്സിലാക്കിയ വ്യക്തികളെ സംബന്ധിച്ചോളം അവരുടെ ഫാമിലിയെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ ഗണ്യമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സപ്ലിമെന്റ് വഴി. കാരണം അതിന്റെ അഡ്വാൻറ്റേജ് അവർക്ക് അറിയാം. നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവർക്ക് ഒട്ടുമുക്കാലവർക്ക് അത് അറിയാന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആണ് സപ്ലിമെന്റ്. എന്നാൽ ഇപ്പോ ഷിഫ്റ്റ് ലൈഫ് സീരീസ് അല്ലെങ്കിൽ ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറയുന്ന സീരീസ് ഇതെല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ആൾക്കാർ കൂടുതലായിട്ട് രൂക്ഷമായ രീതിയിൽ ആൾക്കാർ മുമ്പോട്ട് പോകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഒബീസിറ്റിയും വിഷയങ്ങളും എല്ലാം. അതായത് ബോഡിയിൽ കൂടുതലായിട്ട് മസിൽ അളവ്, മസിലിന്റെ ഫാറ്റിന്റെ പെർസെൻറ്റേജ് കൂടുതലും മസിലിന്റെ അളവ് കുറവുമാണ്. അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നം. അപ്പൊ അത് ഷേപ്പ് ഷിഫ്റ്റ് എന്നൊരു സീരീസ് ഭയങ്കര സംഭവമാണ്, വരും കാലത്തേക്ക് വേണ്ടിയുള്ളതാണ്. ഇതുപോലെയാണ് ഷിഫ്റ്റ് ലൈഫ്. ഈ ഷിഫ്റ്റ് ലൈഫ് സീരീസിന്റെ പ്രത്യേകത പറഞ്ഞാൽ കൂടുതലും ജ്യൂസ്, സിറപ്പ് അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ്, നമ്മളിപ്പോ കുറച്ചു കാലമായിട്ട് ഈ ഉൽപ്പന്നങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചാൽ ടീമിലും പുതിയ പുതിയ ആൾക്കാർക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ടാബ്ലറ്റിനേക്കാൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പന്ന റിസൾട്ട് കാണിക്കുന്നുണ്ട്. കാരണം അഡ്വാൻസ്ഡ് ആണ്. അടുത്തങ്ങ് കഴിച്ച ലിക്വിഡായിട്ട് ഇതങ്ങ് ജ്യൂസ് ആയിട്ടങ്ങ് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ബോഡിയിലോട്ട് അത് കൺവേർട്ട് ആവുകയാണ്, എനർജി ആയിട്ട് കൺവേർട്ട് ആവുകയാണ്, റിസൾട്ട് ഫാസ്റ്റ് ആവുന്നു. അതാണ് ഷിഫ്റ്റ് ലൈഫിന്റെ. അപ്പൊ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ അതില് നമുക്ക് വെജ് കൊളാജിൻ അതുപോലത്തെ കുറെ ഫേമസ് ഉൽപ്പന്നങ്ങളുണ്ട്. ആ വെജ് കൊളാജിൻ എന്നുള്ള ഉൽപ്പന്നത്തെക്കാൾ ഇപ്പൊ സെയിൽ കൂടുതൽ ഈ സൂപ്പർ ഗ്രീൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത്രയും അഡ്വാൻസ്ഡ് ആണ്. അത്രയും നമ്മുടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അത്യന്താപേക്ഷിതമാണ് ഈ ഉൽപ്പന്നം സൂപ്പർ ഗ്രീൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്കിത് സൂപ്പർ ഗ്രീൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാം. ശരിക്കും ഇതൊരു ഇൻസ്റ്റന്റ് മിക്സ് പൗഡറാണ്. അപ്പൊ അത് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാം. അതായത് ഒരു 10 ഗ്രാം, അതിൻ്റെ അകത്തൊരു സ്കൂപ്പ് ഉണ്ട്. ആ സ്കൂപ്പ് 10 ഗ്രാം ആണ്. 10 ഗ്രാം 250 ml ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത്, പ്രത്യേകിച്ച് സമയം പറയുന്നില്ല, നമുക്ക് കുടിക്കാം. നമുക്ക് എപ്പോഴാണോ, അതൊരു നല്ല ടേസ്റ്റിയാണ്, നമുക്കത് ഏത് സമയത്തോടെ കുടിക്കാം. അപ്പൊ ഇത് ശരിക്കും ഇതിനകത്ത് ധാരാളം കണ്ടന്റ് ഉണ്ട്, ധാരാളം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 40ഓളം ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഡിഫറൻസ് ആയിട്ടുള്ള. അപ്പൊ ഇതിനകത്ത് മെയിനായിട്ട് ഗ്രീൻസ് ഉണ്ട്. ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ ഇലക്കറികൾ ഇതിന്റെ ഒരു മെയിൻ കണ്ടന്റ് ആണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. പ്രോബയോട്ടിക്സ് ഉണ്ട്, അതായത് നല്ല ബാക്ടീരിയ ഇതിനകത്തുണ്ട്. സൂപ്പർ ഫുഡ് ഉണ്ട്, നമുക്കറിയാം ആന്റി ഓക്സിഡന്റ് അടങ്ങിയ സൂപ്പർ ഫുഡ് ഉണ്ട്. ഹെർബ്സ് ഉണ്ട്, ധാരാളം ഔഷധങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണ് അഡ്വാൻറ്റേജ്? നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് ഇന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ആൾക്കാർക്ക് ബാലൻസ്ഡ് ന്യൂട്രിയൻസ് ബോഡിയിൽ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയെ പരിഹരിക്കാൻ വേണ്ടി നമുക്കൊരു ഒരു ബാലൻസ്ഡ് ആയിട്ട് ബോഡിയിൽ റീസെറ്റ് ചെയ്യാൻ പറ്റും. ന്യൂട്രിയൻസിന്റെ കാര്യത്തിൽ ബോഡിയെ ബാലൻസ്ഡ് ആയിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് സൂപ്പർ ഗ്രീൻ. നമ്മൾ ഇതിനു വേണ്ടി ഈ 40ഓളം പോഷകങ്ങളെ നമ്മളെ ബോഡിയിൽ ഒരു ജ്യൂസായിട്ട് ഇനി തരയാണ്. അതിന്റെ ഓരോ ഉൽപ്പന്നങ്ങളെ ബാക്കിൽ നിന്ന് പോണ്ട, അത് നമുക്ക് ഇനി ലഭിക്കും. മനസ്സിലായില്ല? അതാണ് സൂപ്പർ ഗ്രീൻ. അപ്പൊ ഇത് കൊടുത്ത ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് റിസൾട്ട് വരുന്നുണ്ട്. അത് കാരണം അത് നിരവധി റീസൺസ് അതിനകത്തുണ്ട്. കാരണം പോഷകങ്ങൾ മാത്രമല്ല, ഇത് ഒരുപാട് ക്രമീകരണങ്ങൾ, നമ്മുടെ ഗട്ട് ഹെൽത്ത് ഒക്കെ നല്ല ബാലൻസ് ചെയ്യും. അപ്പം ശരിക്കും പറഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള പോഷകങ്ങൾ നമ്മളെ ബോഡിയിൽ കൊടുക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫുഡിന്റെ കാര്യത്തിൽ ബാലൻസ്ഡ് പോഷകം നമുക്കറിയാമല്ലോ, എന്ത് ഇൻപുട്ട് കൊടുക്കോ അതിന്റെ ഒരു ഔട്ട്പുട്ടാണ്. വോയിസ് കുഴപ്പമില്ലല്ലോ? ഓക്കെ. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻസ് നമ്മളെ ബോഡിയിൽ കൊടുക്കുന്നതാണ് നമ്മളെ ഹെൽത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻപുട്ട്, അതിന്റെ ഔട്ട്പുട്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഫാസ്റ്റ് ലൈഫിലും ഫാസ്റ്റ് ഫുഡിന്റെ ഇന്നത്തെ ഈ കാലഘട്ടത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആർക്കാണ് ബാലൻസ്ഡ് ന്യൂട്രിയൻസ് ബോഡിയിൽ കിട്ടുന്നത്? വളരെ വിരളമാണ്. കാരണം എല്ലാം സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പൊ ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള പഴവർഗ്ഗങ്ങളായിരുന്നാലും അല്ലെങ്കിൽ ഇലക്കറികളായിരുന്നാലും ഫ്രൂട്ട്സ് ആയിരുന്നാലും ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നതോട് കുറവാണ്.
അതുകൊണ്ട് തന്നെ ആൾക്കാർ ഫാസ്റ്റായിട്ട് ടയേർഡ് ആവണ്, അവരുടെ എനർജി ലെവല് ലോ ആവുന്നു, പെട്ടെന്ന് തന്നെ വാർദ്ധക്യത്തിലും സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം എസ്പെഷ്യലി ന്യൂട്രിയൻസ് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ ന്യൂട്രിയൻസ് എല്ലാം കൂടെ പ്രോപ്പർ ന്യൂട്രിയൻസ് എല്ലാം ഒരുമിച്ച് നമ്മളെ ബോഡിയിൽ തരാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സൂപ്പർ ഗ്രീൻ. ഇപ്പൊ ഇതിനകത്ത് രണ്ട് ഉൽപ്പന്നമാണ്, സ്പൈർലീനയും പ്രോബയോട്ടിക്കും. ഇപ്പൊ ഇത് സ്പൈർലീന നമുക്കറിയാം ഒരു ആന്റി ഓക്സിഡന്റ് ആണ്, നല്ല ഒരു എന്താണ് ഒരു പായലാണ്, കടൽ പായലാണ്. അതിന്റെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ സമ്പൂർണ്ണ ആഹാരം എന്ന് വിശേഷിപ്പിച്ചിട്ടാണ് സ്പൈർലീന. പ്രോബയോട്ടിക്സ് എന്താണ്? നല്ല ബാക്ടീരിയ. ഇന്ന് ഒരുപാട് ശാസ്ത്രം പുരോഗമിച്ചപ്പോഴത്തേക്ക് സംഭവിച്ചു, ഗട്ട് ഹെൽത്ത്, നമ്മുടെ കുടലിന്റെ ആരോഗ്യമാണ് നമ്മുടെ മൊത്തം കാര്യങ്ങളെ നിയന്ത്രിക്കണമെന്ന് പറയുന്നു. അപ്പൊ ഈ സ്പൈർലീനയും പ്രോബയോട്ടിക്സും നമ്മളെ ബോഡിയിൽ ലഭിക്കുമ്പം തന്നെ ഈ ന്യൂട്രിയൻസ് അബ്സോർഷൻ അതിന്റെ തോത് വർദ്ധിക്കും. വലിയൊരു കാര്യമാണ്. പലർക്കും ഇന്ന് ഗട്ട് ഹെൽത്ത് ഇല്ല. എത്ര ന്യൂട്രിയൻസ് കൊടുത്താലും അത് ബോഡി അബ്സോർവ് ചെയ്യണ്ടേ? ആ കഴിക്കുന്ന ജ്യൂസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഫുഡ് ആണെങ്കിലോ കരപദാർത്ഥമാണെങ്കിലോ ഇത് പ്രോപ്പറായിട്ട് ബോഡി അബ്സോർവ് ചെയ്ത് ഇതിന്റെ ന്യൂട്രിയൻസ് എടുക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് ഗട്ടിലാണ് നടക്കുന്നത്, കുടലിലാണ് നടക്കുന്നത്. ഇതിനെ മെച്ചപ്പെടുത്താൻ ഈ സ്പൈറലിയുടെയും ഈ പ്രോബയോട്ടിക്സിന്റെയും കോമ്പിനേഷൻ ഭയങ്കര പവർഫുൾ ആണ്. അതാണ് ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത. നമ്മൾ നിത്യവും 3 നേരം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസ് എടുക്കാനും സപ്പോർട്ട് ചെയ്യും, സപ്ലിമെന്റിൽ നിന്ന് എടുക്കുന്ന ന്യൂട്രിയൻസ് സപ്പോർട്ട് ചെയ്യാനും ഈ സൂപ്പർ ഗ്രീൻ വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ആഹാരം പ്രോപ്പറായിട്ട് ദഹിച്ച് ന്യൂട്രിയൻസ് എടുക്കാൻ ഈ പ്രോബയോട്ടിക്സിന്റെയും സ്പൈറലിനുടെയും കോമ്പിനേഷൻ വലിയൊരു സപ്പോർട്ട് തരും. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഇലക്കറികൾ, ഒരു 6ഓളം ഇലക്കറികൾ, അതായത് ആന്റി ഓക്സിഡൻസുകളാണ് ഈ ഇലക്കറികൾ. അതുപോലെ തന്നെ 10ഓളം ഫ്രൂട്ട്സ്, 10ഓളം വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഇതിന്റെ ഹെർബ്സ്, ഔഷധങ്ങൾ. ഇപ്പൊ ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഹോൾ ബോഡി രൂപപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ ശരീരം മുഴുവൻ ഇരിക്കുന്നത് ഒരു കോശങ്ങളുടെ ഒരു കൂട്ടമാണ്, ശരിയല്ലേ? കോശങ്ങളാണ് ശരീരം. അപ്പൊ നമ്മളെ ബോഡിയിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഇന്നത്തെ ഫാസ്റ്റ് ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ദേഹത്ത് ധാരാളം ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാമേജ് കോശങ്ങൾ രൂപപ്പെടുന്നുണ്ട്. കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ നമുക്കറിയാം, അൺഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഉള്ള ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് ഫ്രീ റാഡിക്കൽസ്, മോശപ്പെട്ട കോശങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ആ സമയത്ത് അതിന്റെ തത്തുല്യമായിട്ടുള്ള ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഫുഡ് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ മോശപ്പെട്ട രൂപപ്പെട്ടിരിക്കുന്ന കോശങ്ങളെ തിരിച്ച് നല്ല കോശങ്ങളാക്കാണ്ട് ആ പ്രോസസ്സ് ബോഡിയിൽ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ വരും. ഇതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് ഇന്ന് ഭയങ്കര സംഭവമാണ്. കാരണം ഡേ ബൈ ഡേ ഇതിന്റെ പ്രോസസ്സ് ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ഈ സിറ്റുവേഷനെ റിക്കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സൂപ്പർ ഗ്രീൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ള എന്താണ്, ഗ്രീൻസ് ആയിരുന്നാലും സൂപ്പർ ഫുഡ്, അതായത് പച്ചിലകളായിരുന്നാലും സൂപ്പർ ഫുഡായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിരുന്നാലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഹെർബ്സും ഈ പ്രോബയോട്ടിക്സും, ഇതെല്ലാം ഒരുമിച്ച് നമ്മളെ ബോഡിയിൽ ചെയ്യുന്ന പ്രവർത്തനം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ബോഡിയിൽ ഒരു ആന്റി ഓക്സിഡന്റിന്റെ പ്രവർത്തനം നാച്ചുറലായിട്ട് വർദ്ധിപ്പിക്കും. നമ്മളെ ബോഡിയിൽ കൂടുതൽ ആന്റി ഓക്സിഡൻസ് പ്രോപ്പറായിട്ട് നമ്മളെ ബോഡിയിൽ ഈ ജ്യൂസ് ഇതിനെ നമ്മൾ കുടിക്കുമ്പം തന്നെ ബോഡിയിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. തൽഫലം നമ്മളെ ബോഡിയിൽ എവിടെയെല്ലാം ഫ്രീ റാഡിക്കൽസ്, എവിടെയെല്ലാം ഡാമേജ് കോശങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നോ ആ പ്രോസസ്, ഡാമേജ് കോശങ്ങളെ നല്ല കോശങ്ങളാക്കുന്ന പ്രോസസ്സ് ബോഡിയിൽ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കും. തത്ഫലം എന്താ അതിന്റെ ബെനിഫിറ്റ്സ്, അതിന്റെ എൻഡ് റിസൾട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാർദ്ധക്യം സ്ലോ ഡൗൺ ചെയ്യും. ഏജിങ് ഉണ്ടാവും, പക്ഷെ ബയോളജിക്കലി ഏജ് സ്ലോ ഡൗൺ ചെയ്യേണ്ട കപ്പാസിറ്റി സൂപ്പർ ഗ്രീൻ എന്നുള്ള പ്രോഡക്റ്റിനുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ പോലും ഈ ഡാമേജ് കോശങ്ങളാണ്, ഫ്രീ റാഡിക്കൽസ് ആണ്, അതിന്റെ അബ്നോർമൽ ഗ്രോത്ത് ആണ്. അപ്പോൾ ക്യാൻസറിനെ നിയന്ത്രിക്കാൻ ബെസ്റ്റാണ് സൂപ്പർ ഗ്രീൻ. ഇത് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഇഷ്യൂസുകൾ ബോഡിയിൽ വരാതിരിക്കാൻ ബെസ്റ്റാണ്. ഹൃദ്രോഗം വരാതിരിക്കാനും വലിയ രീതിയിലുള്ള ഒരു പങ്കുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അൽഷിമൈസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം
ഡയബറ്റിക് ആയിരുന്നാലും എന്താണ് ഈ പൊണ്ണത്തടിയുടെ പ്രശ്നം ആയിരുന്നാലും, അല്ലെങ്കിൽ എന്താണ് നമുക്കിപ്പം ഈ കൊളസ്ട്രോളിന്റെ ഇഷ്യൂ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഫാസ്റ്റ് ലൈഫ്, പ്രഷർ, പല ഹെൽത്ത് ഇഷ്യൂസുകളുടെയും പ്രശ്നത്തെ മാറ്റാൻ കഴിയുന്നത് ഈ ഫ്രീ റാഡിക്കൽസിനെ തിരിച്ച് ഹെൽത്തി ആയിട്ടുള്ള നല്ല കോശങ്ങളാക്കി മാറ്റുന്ന പ്രോസസ്സ് ചെയ്യുമ്പോൾ ബോഡിയുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തോളും. ഓട്ടോമാറ്റിക്കലി വാർദ്ധക്യത്തിനെതിരായിട്ടും അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി ബോഡി തരേണ്ട കപ്പാസിറ്റി ഉണ്ടാവും, വൈറ്റാലിറ്റി ഉണ്ടാവും. ബോഡിയിലുള്ള എനർജി ലെവലിനെ അടുത്ത ലെവലിലോട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ഇതാണ് ഈ പ്രോഡക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അപ്പൊ ഈ ഒരു പ്രോസസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ ബോഡിയിലുള്ള ചീത്ത ആയിട്ടുള്ള മോശപ്പെട്ട കോശങ്ങളെ, ഡാമേജ് കോശങ്ങളെ നല്ല കോശമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഈ ഫ്രീ റാഡിക്കൽസുകളെല്ലാം മാറ്റി ഹെൽത്തി ബോഡിയാക്കാൻ സൂപ്പർ ഗ്രീനിന് കഴിയും. അപ്പൊ ഇതൊരു ഭയങ്കര പവർഫുൾ പ്രോഡക്റ്റ് ആണ്. ഇതിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആർക്കും ഇത് ഇഷ്ടമില്ലാതെ ഇല്ല. ഇത് കുടിക്കുമ്പോൾ ഇത് ഒരു അസ്വസ്ഥത വരുന്ന നല്ല ഒരു പ്രത്യേകതരം ഒരു ഫ്ലേവറാണ് ഇതിന്റെ. ഇത് എക്സ്ട്രാ ഷുഗർ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. നമുക്ക് അലർജിയോ അങ്ങനെ ഒരു ഇഷ്യൂസ് വരില്ല. നോ പ്രിസർവേറ്റീവ്സ്, ഒരു രീതിയിലുള്ള എക്സ്ട്രാ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസിന്റെ തനതായ ഒരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ MRP പ്രൈസ് എന്ന് പറഞ്ഞാൽ 2136 രൂപയാണ് MRP. നമുക്കിപ്പോ ആദ്യം ഇറങ്ങിയേക്കാളും പ്രൈസ് അല്പം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 1605 രൂപയാണ് ഇതിന്റെ നമ്മുടെ ഹോൾസെയിൽ പ്രൈസ്, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള ഒരു ചെറിയൊരു സ്പൂണാണ്. അത് നിറയെ എടുക്കുമ്പോഴത്തേക്കും ഒരു 10 ഗ്രാം വരും. 250 ml വെള്ളത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. അത് തണുത്ത വെള്ളമാവാം, സാധാ വെള്ളമാവാം, ചൂടുവെള്ളമായാലും പ്രോബ്ലം ഇല്ല. നമുക്ക് നോർമലി തണുത്ത വെള്ളമാണ് കുറച്ചുകൂടെ നമുക്കൊരു കുടിക്കാൻ ഒരു ഗുഡ് ഫീല് നമുക്ക് തരുന്നത്. കുട്ടികൾക്കും ഒരു നോർമൽ ഏജ് ഒരു 10 വയസ്സിന് ശേഷമുള്ള പിള്ളേർക്ക് കൊടുക്കാം. വലിയ ആൾക്കാർക്കും ഈ 10 ഗ്രാം പിള്ളേർക്കാണെങ്കിൽ അല്പം കുറച്ച് അളവിൽ കൊടുക്കാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ ന്യൂട്രീഷൻസ് ഗ്യാപ്പിനെ നമുക്ക് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യാം. നമ്മുടെ ഫ്രീ റാഡിക്കൽസിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വളരെ ഹെൽത്തി ആയിട്ടൊരു പ്രോഡക്റ്റ് ആണ്. എൻ്റെ ടീമിൽ തന്നെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു 6-7 സൂപ്പർ ഗ്രീൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്ത ഒട്ടുമുക്കാൽ പേർക്കും ഭയങ്കരമായ റിസൾട്ടും റിപ്പീറ്റ് ഓർഡർ ഉള്ളതാണ്. ഒരു സ്കൂൾ ടീച്ചറുണ്ട്, അവർ ഇത് യൂസ് ചെയ്തതിനു ശേഷം അവർക്ക് എവരി മന്ത് അവർ റെഗുലർ ആയിട്ട് ഈ സൂപ്പർ ഗ്രീൻ എൻ്റെ നിന്ന് മേടിക്കും. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്, മനസ്സിലായി. നമ്മൾ ആദ്യം ഇറങ്ങിയ സമയത്ത് കൊടുത്തതാണ്. പിന്നെ അവർ എവരി മന്ത് ആ ഒരു സൂപ്പർ ഗ്രീൻ ചോദിച്ച് മേടിക്കും, മനസ്സിലായി. കാരണം അവരുടെ ബോഡിയിൽ കാര്യമായ മാറ്റം ഉണ്ടായി, മനസ്സിലായില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രോഡക്റ്റിനെ നമ്മൾ സെൽഫ് എക്സ്പീരിയൻസ് ചെയ്യണം. എപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പക്ഷെ നമ്മൾ അതിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യണം. നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചസ്, നമ്മളെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ് നമ്മൾ റിയലൈസ് ചെയ്യണം. ആ റിയലൈസ് ചെയ്തതിനു ശേഷം നമ്മൾ റെക്കമെൻഡ് ചെയ്ത നമ്മളത് ശരിക്കും നമ്മളെ നാക്കുകൊണ്ടോ നമ്മളെ മൗത്ത് കൊണ്ട് പറയുന്നതല്ല, പിന്നെ നമ്മളൊരു നമ്മളെ മനസ്സുകൊണ്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്. കാരണം നമുക്ക് കിട്ടിയ ആ ഫീലിങ്സ് ആണ് മറ്റുള്ളവർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. അപ്പൊ എനിവേ ഗുഡ് പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. നമ്മളെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലോട്ട് ഗ്രോ ചെയ്യിപ്പിക്കാൻ ഒരു വണ്ടർഫുൾ സീരീസ് ആണ് ഷിഫ്റ്റ് ലൈഫ് സീരീസ്. അതിലൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് സൂപ്പർ ഗ്രീൻ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു പ്രകാശ് സാർ. ഏത് പ്രോഡക്റ്റ് ഏത് ബിസിനസ് ഭാഗം ഏൽപ്പിച്ചാലും സാർ വളരെ വളരെ ഗംഭീരമായിട്ട്